എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 74 ശ്ലോകം 46 മുതൽ 54 വരെ 9 ശ്ലോകങ്ങൾ. ഈ 9 ശ്ലോകങ്ങളോട് കൂടിയിട്ട് 74ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ 100 അപരാധങ്ങള് ഭഗവാനെ പറ്റി പറഞ്ഞപ്പോ ആ ശിശുപാലനെ വധിച്ചു. ആ ശിശുപാലന്റെ തേജസ് ഭഗവാനിൽ തന്നെ ലയിക്കുന്നത് എല്ലാവരും കണ്ടു. അത്ഭുത സ്തബ്ധരായി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 46. ജന്മത്രയാനുഗുണിത വൈരസംരബ്ധയാ ധിയാ ധ്യായൻ തന്മയതാം യാതോ ഭാവോ ഹി ഭവകാരണം. അങ്ങനെ ശിശുപാലൻ ഭൗതികദേഹം ഉപേക്ഷിച്ചു. അതിൽ നിന്ന് പുറപ്പെട്ട തേജസ് വിഷ്ണു പാർഷദ സ്വരൂപം വീണ്ടും പ്രാപിച്ച് വിഷ്ണു തുല്യ സ്വരൂപമായിട്ട് ഭവിച്ചു. വൈകുണ്ഠത്തില് പോയിട്ട് വസിച്ചു. ഇത്ര ദുഷ്ടനായ ഇവനെ ഈ പുണ്യ പദവി എങ്ങനെ സിദ്ധിച്ചു എന്നുള്ള ആർക്കെങ്കിലും ശങ്ക ഉണ്ടെങ്കിൽ ഇതാ അതിനെ പരിഹരിച്ച് പറയണം. സ്നേഹമുള്ള ഒരാളെ കുറിച്ചുണ്ടാകുന്ന സ്മരണയേക്കാൾ ഉറപ്പോടെ ദ്വേഷമുള്ള ആളെ സ്മരിക്കുന്നത് അത് സാധാരണ ജനങ്ങളുടെ സ്വഭാവമാണ്. എപ്പോഴും ശത്രുവിനെ നശിപ്പിക്കാനുള്ള ചിന്ത അങ്ങനെ മുഴുത്തു വരും. അപ്പൊ എന്താ, എപ്പോഴും ഈ ശത്രുവിനെ പറ്റി തന്നെയാണ് ചിന്ത. അതുകൊണ്ടാണ് വിഷ്ണു പാർഷദന്മാരായ ജയവിജയന്മാര് മഹർഷിമാരോട് ദ്വേഷഭക്തി യാചിച്ചത്. ദേശഭക്തി ആണെങ്കിൽ 3 ജന്മം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര്. ഏതാ വേണ്ടേ ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. 3 ജന്മം. അത്രയും ദേഷ്യത്തോടു കൂടിയിട്ടാണല്ലോ ഭഗവാനെ അവര് ഹിരണ്യകശിപു രാവണനും ഒക്കെ. അതുകൊണ്ട് എന്താ, എപ്പോഴും ഭഗവാന്റെ ചിന്ത മാത്രമാണ്. 3 ജന്മത്തിലെ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടുവന്ന വൈരഭാവനയോടെ മഹാവിഷ്ണുവിനെ തന്നെ ബുദ്ധിവൃത്തി കൊണ്ട് ധ്യാനിച്ചു. അങ്ങനെ കാലം കഴിച്ചതുകൊണ്ട് ആ ജന്മത്തിന്റെ അവസാനത്തില് വിഷ്ണു സദൃശമായ സ്വരൂപം തന്നെ പ്രാപിക്കാൻ സാധിച്ചു അവർക്ക്. ഭാവനയെ അനുസരിച്ച് ജന്മം സിദ്ധിക്കുക എന്നത് സർവ്വസാധാരണമായിട്ടുള്ള നിയമമാണ്. വേട്ടാളനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ കീടാദികൾ കൂടി വേട്ടാളാകൃതി പ്രാപിക്കുന്നത് ലോകത്തിലെല്ലാവരും കണ്ടുവരുന്ന ഒരു അനുഭവമാണല്ലോ. ഏതൊന്നിനെ ധ്യാനിക്കുന്നുവോ ക്രമത്താൽ ആ ധ്യാനിക്കുന്ന ആളും ആ ധ്യാന രൂപത്തെ തന്നെ പ്രാപിക്കും. ആ ധ്യാനത്തിന്റെ ദാർഢ്യം കാരണം ആരെ ധ്യാനിക്കുന്നുവോ ആ രൂപം തന്നെ ആയിട്ട് മാറും. ഭാവോഹി ഭവകാരണം എന്നത് ഏതു കാലത്തും സത്യമായിട്ടുള്ള ഒരു നിയമമാണ്. ധർമാർത്ഥ കാമാദികൾക്കും കാരണം ഭാവന തന്നെയാണ്. അത് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ ധർമ്മ അപ്പൊ ആ പദവിയിലേക്ക് തന്നെ എത്തും. ഋക്തിഭ്യ സദസ്യേഭ്യോ ദക്ഷിണാം വിപുലാമദാൽ സർവാൻ സംപൂജ്യ വിധിവൽ ചക്രേ അവഭൃതം ഏകരാട്. അപ്പൊ യാഗത്തിന് വിഘ്നത്തിനായിട്ട് പുറപ്പെട്ട ശിശുപാലൻ വധിക്കപ്പെട്ടു. അപ്പോ യാഗം നിർവിഘ്നം പരിസമാപ്തിയിൽ ആയി. കർമ്മം നടത്തിയവർക്കും സദസ്യർക്കും തൃപ്തി വരും വിധം വേണ്ട പോലെ ദക്ഷിണ ഒക്കെ ചെയ്തു യുധിഷ്ഠിര മഹാരാജാവ്. ഇങ്ങനെ രാജസൂയത്താൽ ഏകഛത്രാധിപതിയായി ഭവിച്ച യുധിഷ്ഠിരൻ എല്ലാവരെയും വിധിപ്രകാരം സൽക്കരിച്ച ശേഷം യാഗത്തിന്റെ അവസാനത്തിൽ ചെയ്യേണ്ട അവഭൃത സ്നാനം കഴിച്ചു. സാധയിത്വാക്രതും രാജ്ഞ കൃഷ്ണോ യോഗേശ്വരേശ്വര ഉവാസകതിജിന്മാസാൻ സുഹൃദ്ഭി അഭിയാചിത. സകല ധർമ്മകർമ്മ ഫലങ്ങളും കൊടുക്കുന്ന ഈശ്വരന്മാരായ ബ്രഹ്മാവ്, ശിവൻ മുതലായവരുടെയും ഈശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര രാജാവിന്റെ രാജസൂയയാഗം ഇങ്ങനെ സാധിപ്പിച്ച് പുറപ്പെട്ടപ്പോ, ഇപ്പൊ പോവണ്ട കൃഷ്ണ, കുറച്ചു കാലം കൂടി ഇവിടെ താമസിക്കും എന്ന് എല്ലാവരും പാണ്ഡവന്മാരെല്ലാവരും കൂടെ നിർബന്ധിക്കാൻ തുടങ്ങി ഭഗവാനെ. ഭഗവാനെ അങ്ങോട്ട് വിട്ടുപിരിയാൻ അവർക്ക് തോന്നണില്ല. ശരി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ തന്നെ കുറച്ചു കാലം താമസിച്ചു. തതോ അനുജ്ഞാപ്യ രാജാനം അനിച്ഛന്തമഭീശ്വര യയൗ സഭാര്യ സാമാത്യ സ്വപുരം ദേവകീസുത.
കുറെ കാലം അവിടെ താമസിച്ചു. പിന്നെ ഒരു ദിവസം ഭഗവാൻ തന്നെ പറഞ്ഞു, ഏട്ടാ ധർമ്മേട്ടാ, ഇനി ഞാൻ പോകട്ടെ, എത്ര കാലമായി ഇപ്പൊ ഇവിടെ താമസിക്കുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ യുധിഷ്ഠിര മഹാരാജാവ് അനുമതി കൊടുത്തു. അങ്ങനെ ഭഗവാൻ ഭാര്യമാരോടും മന്ത്രിമാരോടും ഒക്കെ കൂടി പുറപ്പെട്ട് ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. വർണ്ണിതം തദുപാഖ്യാനം മയാ തേ ബഹുവിസ്തരം വൈകുണ്ഠവാസിനോർജന്മ വിപ്രശാപാൽ പുനഃ പുനഃ. എങ്ങനെയായാലും ബ്രാഹ്മണരെ അപമാനിക്കരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കഥ ഉപസംഹരിക്കുകയാണ്. ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ രാജൻ, വൈകുണ്ഠവാസികളായ ജയവിജയന്മാർക്കു കൂടി ആ ബ്രാഹ്മണ അതിക്രമ നിമിത്തം ഇങ്ങനെ ജന്മം സിദ്ധിച്ചു. ആ കഥ അങ്ങയോട് ഞാൻ വിസ്തരിച്ചു പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും വീണ്ടും ഈ ബ്രാഹ്മണ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നത് ബ്രാഹ്മണ അപമാന ബുദ്ധി ഒരിക്കലും ആർക്കും ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രാജസൂയാവഭൃത്യേന സ്നാതോ രാജാ യുധിഷ്ഠിര ബ്രഹ്മക്ഷത്ര സഭാമധ്യേ ശുശുഭേ സുരരാടിവ. അങ്ങനെ രാജസൂയം നിർവിഘ്നമായിട്ട് കഴിഞ്ഞു. ദീക്ഷാവസാനത്തിൽ ചെയ്യുന്ന അവഭൃത സ്നാനം കഴിച്ച് ബ്രാഹ്മണരും ക്ഷത്രിയരും നിറഞ്ഞിരിക്കുന്ന സഭയുടെ മധ്യത്തിൽ പ്രവേശിച്ചിരുന്ന യുധിഷ്ഠിര രാജാവ് ദേവന്മാരുടെ മധ്യത്തിലിരിക്കുന്ന ദേവേന്ദ്രനെ പോലെ ശോഭിച്ചു. രാജ്ഞാ സഭാജിതാ സർവേ സുരമാനവഖേചരാഃ കൃഷ്ണം ക്രതും ച ശംസന്ത സ്വധാമാനി യയുർമുദ. യാഗത്തിനായിട്ട് ആഹ്വാനിക്കപ്പെട്ട ദേവന്മാരും അവരുടെ ഭൂതഗണങ്ങളും മനുഷ്യരും എല്ലാവരും രാജാവിന്റെ സൽക്കാരം സ്വീകരിച്ച് സന്തുഷ്ടരായിട്ട് തിരിച്ചുപോയി. അവരെല്ലാവരും ശ്രീകൃഷ്ണന്റെ പ്രഭാവത്തെയും രാജാവിന്റെ ഭാഗ്യത്തെയും യാഗത്തിന്റെ യോഗ്യതയെയും കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് എല്ലാവരും തിരിച്ചുപോയി. ദുര്യോധനമൃതേ പാപം കലിം കുരുകുലാമയം യോ നസേഹേ ശ്രിയം സ്ഫീതാം ദൃഷ്ട്വാ പാണ്ഡുസുതസ്യതാം. സകല ജനങ്ങളും യുധിഷ്ഠിര മഹാരാജാവിന്റെ ഐശ്വര്യ സമൃദ്ധിയെയും ഭാഗ്യവിശേഷത്തെയും കുറിച്ച് ഇങ്ങനെ പ്രശംസിച്ച് സന്തോഷത്തോടെ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി. എന്നാൽ രോഗം ദേഹത്തെ എന്ന പോലെ കുരുവംശത്തെ നശിപ്പിക്കാൻ കലിയുടെ അംശവും ധർമ്മദ്വേഷിയുമായി ജനിച്ച ദുര്യോധനൻ ഒരുവൻ മാത്രം ധർമ്മപുത്രരുടെ ഈ അഭിവൃദ്ധി ക്കാൻ പറ്റാണ്ട് അസൂയ അങ്ങോട്ട് മൂത്ത് പരിതപിച്ചുകൊണ്ടിരുന്നു. യൈദം കീർത്തയേ വിഷ്ണു കർമ്മ ചൈത്യവധാധികം രാജമോക്ഷം വിധാനം ച സർവപാപൈ പ്രമുച്യത്തെ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രഭാവ അതിശയത്തെ സൂചിപ്പിക്കുന്ന ശിശുപാലവധം മുതലായ ഈ കർമ്മത്തെയും രാജാക്കന്മാരെ ജരാസന്ധ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതിനെയും യുധിഷ്ഠിരൻ ചെയ്ത രാജസൂയത്തെയും സന്തോഷപൂർവം കീർത്തിക്കുന്നത് ആരോ അവരുടെ സകല പാപങ്ങളും നശിക്കും എന്നതാ ഫലശ്രുതി പറഞ്ഞുകൊണ്ട് ഈ അധ്യായം സമാപിക്കുകയാണ്. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ശിശുപാലവധോ നാമ ചതുസ്സപ്തതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 74-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.